നമ്മൾ കണ്ണൂർ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. തളിപ്പറമ്പാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് കാശിക്കുട്ടനെ കൊണ്ട് വരണമെന്ന് ഞങ്ങൾ കാശിക്കുട്ടന് വയ്യാതായ സമയത്ത് നേർന്നതാണ് കേട്ടോ. ഫോട്ടോ എടുക്കട്ടെ? ഞങ്ങൾ ഫോട്ടോ എടുക്കണ എന്താണെന്നറിയില്ല, കുട്ടിക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നാലും എന്തെങ്കിലും ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കും ആൾ. ഞങ്ങൾ അതിൻ്റെ ചെരുപ്പെല്ലാം പുറത്ത് ഊരിയിട്ടിട്ട് അമ്പലക്കുളത്തിലേക്ക് വന്നേക്കാം കേട്ടോ. അമ്പലക്കുളത്തിൽ ഇറങ്ങി കാലെല്ലാം കഴുകി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവിടെ നിറച്ച് കരിമീനാണ്, അതിനകത്ത് നിറയെ കരിമീനും ആമ്പലിൻ്റെ തൈകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കാശിക്കുട്ടനെ ഞാൻ മീൻ കാണിച്ചു കൊടുക്കുക, പുള്ളിക്ക് ഒരു താല്പര്യവും ഇല്ല. വരുന്നില്ലേ? അവിടെ ഇരിക്കുവാണോ? പോണ്ടേ നമുക്ക് അമ്പലത്തിൽ? ഓ, കാല് കഴിക്കാം മഞ്ജുമ. മീനൊക്കെ ഉണ്ടോ? എത്ര മീനാ നമുക്ക്? കാണുന്നുണ്ട് ഇതല്ലേ, ഇഷ്ടം പോലെ മീനാ. അങ്ങനെ കുളത്തിലിറങ്ങി കാലെല്ലാം കഴുകി ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6-6:30 സമയമായിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യം തൃച്ചംബരത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തളിപ്പറമ്പ് തന്നെ ഉള്ള മറ്റൊരു ക്ഷേത്രമാണ് തൃച്ചംബരം. അവിടെ ശ്രീകൃഷ്ണനാണ് കേട്ടോ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വരുമ്പോൾ ഈ പ്രതിമ ഇല്ലായിരുന്നു കേട്ടോ. ഇത് പുതിയതായിട്ട് വെച്ച പ്രതിമയാണ്. രാത്രിയത്തെ ആ വെട്ടം അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും ആ ഗോൾഡ് കളറിങ്ങനെ തിളങ്ങുമായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ, നേരിട്ട് കാണണം. കാശിക്കുട്ടൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും വെട്ടം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ടോ? എന്തു തന്നെ? അയ്യോ, എന്താ അച്ഛാ, അതാ ലൈറ്റ്. ക്ഷേത്രത്തിന് പുറത്താണ് കേട്ടോ ഈ വിഗ്രഹം വെച്ചിരിക്കുന്നത്. കാശിക്കുട്ടൻ അതിലെല്ലാം ഓടി നടന്ന് എല്ലാവരെയും ലൈറ്റ് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതാന്നും പറഞ്ഞിട്ട്. അങ്ങോട്ടാണ് ക്ഷേത്രം വരുന്നത്. അവിടേക്ക് വീഡിയോയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു അത്ഭുതമാണ് വൃക്ഷമുത്തശ്ശി. 90 വർഷം പഴക്കമുണ്ട്. ശരിക്കും ഏഴംപാലയാണ് കേട്ടോ ഇത്. ഏഴംപാലയാണെന്നറിയാതെ ഒരാൾ അങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ അടുത്തോട്ട്. വലിയ മരമാണ്. രാത്രിയായി ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. അപ്പുറം തൃച്ചംബരത്ത് പോയി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രി. വലിയ മരം. ഇത്രയും വലുത് ആദ്യമായിട്ടല്ലേ കാണുന്നത്? അതെ. ഇത് എന്ത് മരമാണ്? ഇത് പാലയാണ് മെയിനായിട്ട്. പാലയാണ്? വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഭയങ്കര വലിയ മരം കേട്ടോ. അതിൽ നിറച്ച് കിളികളുടെ ശബ്ദവും എല്ലാം കൂടെ ആയിട്ട് വല്ലാത്തൊരു ഫീലാണ്. അനുഭവിച്ച് തന്നെ അറിയണം ആ ഫീൽ കേട്ടോ.